ഏറ്റവും പ്രിയപ്പെട്ട സണ്ണിയം കവിക്കാട് സന്തോഷ് കുമാർ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇവിടെ വളരെ സവിസ്തരം കുഞ്ഞാമൻ മാഷുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചിന്തയെയും ഒക്കെ കുറിച്ച് എനിക്ക് തോന്നുന്നത് വളരെ സമഗ്രമായി തന്നെ ഇതിനകം പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിനുശേഷം സണ്ണി സാറിനെ പോലുള്ള ഒരാൾ സംസാരിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ എനിക്കെന്താണ് പറയാൻ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ആലോചിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഡിസംബർ 1, 2 തീയതികളിലൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, അതുവരെ ആരും കുഞ്ഞാമൻ മാഷയുടെ അനുസ്മരണത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഡിസംബർ 3 അദ്ദേഹം നമ്മെ വിട്ടു പിരിയുന്നത്. പക്ഷേ പൊതുവേ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ 1 or 2 ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരണമല്ലോ, ഒന്നും വരുന്നില്ലല്ലോ എന്നിങ്ങനെ ഞാൻ ആലോചിച്ച് കൊണ്ടിരിക്കുകയുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തെ മനുഷ്യരുപേക്ഷിക്കുകയാണോ എന്നൊരു ചിന്ത എന്നിലുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് സന്തോഷ് നമ്മൾ കുഞ്ഞാമൻ സാറിൻ്റെ അനുസ്മരണം സംഘടിപ്പിക്കുന്നു, അത് തൃശ്ശൂർ വെച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ അതിയായൊരു സന്തോഷമാണ് ഉണ്ടായത്. അവിടെ അതുമാത്രമല്ല, അത് സംഘടിപ്പിക്കുന്നത് ഒരു ദളിത് പശ്ചാത്തലത്തിലുള്ള ഒരു ദളിത് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു ദളിത് രാഷ്ട്രീയ ഭാവന കേരളത്തിന് മുന്നിലേക്ക് ശക്തമായി അവതരിപ്പിക്കുന്ന സണ്ണി കവിക്കാട് അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവുകയുണ്ടായത്. കുഞ്ഞാമൻ സാറിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് സമ്പദ്ശാസ്ത്ര ചിന്തകരിൽ നിന്ന് വ്യത്യസ്തമായൊരു വീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടാവാനുള്ള കാരണം നേരത്തെ പറഞ്ഞ സണ്ണി സാറ് പറഞ്ഞ പോലുള്ള സോഷ്യൽ ലൊക്കേഷനാണ്, സാമൂഹ്യമായ അദ്ദേഹത്തിൻ്റെ ഒരു പരിസരമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ചിന്തകളെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് മാത്രം ഇവിടെ പങ്കുവെക്കുക എന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായൊരു നിരീക്ഷണം, പഠനം അത് നടത്താനിരിക്കുന്നതേ ഉള്ളൂ, അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ ഒരുവിധം നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളെ നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കുഞ്ഞാമൻ സാറിനെ ചിന്തനത്തെ ആലോചിക്കുമ്പോൾ നമുക്ക് ചില ഈ പ്രോവർബിയലായിട്ടുള്ള ചില വാചകങ്ങൾ കേൾക്കാം. അതായത് പ്രവചനാത്മകമായിട്ടുള്ള, അതോടൊപ്പം തന്നെ പൂർണ്ണമായും സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ചില വാചകങ്ങൾ, അതിനെയാണ് നമ്മൾ പ്രോവർബ് എന്ന് പറയുക. ഇപ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നൊരു പ്രോവർബാണ്. അതുപോലുള്ള ഒരുപാട് നിരീക്ഷണങ്ങളുടെ ഒരു പ്രോവർബ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആളാണ് കുഞ്ഞാമൻ. ഉദാഹരണത്തിന്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലറായി ഒരു ദളിതൻ വരണമെങ്കിൽ അവൻ മൂട്ടയായി ജനിക്കണം, എന്നാലേ ആ കസേരയിൽ വരാൻ പറ്റും. ഇതൊരു പ്രോവർബാണ്. ഒരു അധികാരത്തിൻ്റെ ഒരു ബന്ധത്തെക്കുറിച്ച്, അധികാരത്തിൻ്റെ അന്തരത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് തരുന്ന ഒരു വാചകമാണ്. വാളയാറിലെ പെൺകുട്ടികൾക്ക് കോമ്പൻസേഷനാണ്, പക്ഷേ മറ്റുള്ളവർക്ക് നീതിയാണ്. സവർണനും സമ്പന്നനും വരുമ്പോൾ നിയമം വഴിമാറും. മനസ്സിലായി? ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓൺ വാക്കുകളാണ്, എൻ്റെ വാക്കല്ല. സവർണനും സമ്പന്നനും വരുമ്പോൾ നിയമം വഴിമാറും. ആദിവാസികളെക്കുറിച്ചുള്ള കണക്കില്ല, പക്ഷേ അവിടുത്തെ പുലികളെക്കുറിച്ച് കൃത്യമായ കണക്കുണ്ട്.
സത്യമാണ്. അങ്ങനെ അനേകം കാര്യങ്ങൾ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട്, അതിൽ കുറേ കാര്യങ്ങളാണ് എന്നെ ബഹുമാനിക്കേണ്ട കാര്യമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് ബഹുമാനം നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നെ ബഹുമാനിക്കണമെന്നൊരു നിർബന്ധവും എനിക്കില്ല. ഇത്തരത്തിലുള്ള ചില പ്രൊവേർബിയലായിട്ടുള്ള ചില അനക്ഡോട്ട്, ഒരു ചൊല്ലുകളിലൂടെ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞാമൻ്റെ ദാർശനിക ലോകത്തെ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു വഴി എന്നെനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ വഴി, അദ്ദേഹം പഠിച്ച സമ്പദ്ശാസ്ത്രമാണ്. സമ്പദ്ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അത് എല്ലാം സാമ്പത്തികമായി നിർണ്ണയിക്കുന്ന ഒന്നാണ് എന്ന് ആദ്യം തന്നെ മുൻവിധി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ സമ്പദ്ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ദാർശനിക തലമൊക്കെ പിന്നെ രൂപപ്പെട്ടു വരുന്നതൊക്കെ ഫ്രാൻസിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ചിലൊരു വാക്കുണ്ട്, ഹോമോ ഇക്കണോമിക്കസ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ഹോമോ എന്ന് വെച്ചാൽ മനുഷ്യരായിട്ടുള്ള മനുഷ്യർ, അയാൾ പെരുമാറുന്നത് ഇക്കണോമിക്കസ് അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ അയാൾ സമ്പത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും എനിക്ക് എന്ത് സമ്പത്ത് ലഭിക്കും എന്നും ആലോചിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്നതാണ് മനുഷ്യർ എന്നുള്ളതാണ് എൻ്റെ സൈദ്ധാന്തിക തലം. ആ സൈദ്ധാന്തിക തലത്തെ നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സമ്പദ്ശാസ്ത്രം പഠിക്കാൻ പറ്റൂ. ഇല്ലേ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യർ സാമ്പത്തിക യുക്തിയിലാണ് ജീവിക്കുന്നത്, ഇക്കണോമിക് റേഷണാലിറ്റിയിൽ സാമ്പത്തിക യുക്തിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം സാമ്പത്തികമായി നിർണ്ണയിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ പെർസ്യൂട്ട് ചെയ്യുന്നതാണ്. എപ്പോഴും ഇങ്ങനെ വാട്ട് ഐ വിൽ ഗെറ്റ് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എനിക്കെന്താണ് ഇതിൽ നിന്ന് കിട്ടുക. ഇപ്പം നിങ്ങൾ ഈ സെമിനാർ ഹാളിൽ വരുന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തിക യുക്തി കൊണ്ടല്ല. പക്ഷേ സമ്പദ്ശാസ്ത്രം പഠിച്ച ഒരാൾ പറയും നിങ്ങൾ സെമിനാറിൽ വന്നതും ഒരു സാമ്പത്തിക യുക്തി കൊണ്ടാണ്. ബിക്കോസ് യു വാണ്ട് ടു ഗെറ്റ് ഗെയിൻ ഇൻ സംതിങ്. നിങ്ങൾക്ക് എന്തോ കിട്ടാൻ പോകുന്നുണ്ട്, സ്വന്തമായി വ്യക്തിപരമായി എന്തോ ഒന്ന് ലഭിക്കും. ആ ലഭിക്കുന്നതിന് വേണ്ടി ആ സെൽഫ് പെർസ്യൂട്ട്, ഒരു സെൽഫ് ഇൻട്രസ്റ്റ്, സ്വന്തം താല്പര്യം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ആണ് നിങ്ങൾ വന്നത് എന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവുക. മറ്റ് പലതരം സാമൂഹികമായി നിർണ്ണയിക്കപ്പെടുന്ന ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടാവുക. പലപ്പോഴും ഒരു സൗഹൃദം പങ്കുവെക്കാൻ വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടിനോടുള്ള ഐക്യപ്പെടലിന് വേണ്ടിയായിരിക്കാം നമ്മളെല്ലാവരും വന്നിട്ടുണ്ടാകുക. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ നിങ്ങൾ ഈ റിഡ്യൂ ഇങ്ങനെ നോക്കാൻ നിർബന്ധിതനാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് അതിൻ്റെ ചിന്താ പദ്ധതികളിലൊക്കെ തന്നെ ഈ റാഷണൽ ചോയ്സ് എന്ന് പറയുക, റാഷണൽ ചോയ്സ് തിയറിയാണ്. യുക്തിഭദ്രമായ ചില തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നടത്തുന്നു. കല്യാണം യുക്തിപരമായൊരു തിരഞ്ഞെടുപ്പായി ആണ് നമ്മളെല്ലാവരും കാണുന്നത്. അല്ലെങ്കിൽ കമ്പോളത്ത് പോയി സാധനം വാങ്ങുന്നത് യുക്തിപരമായിട്ടുള്ള ചില വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വില കുറവും എന്നാൽ ക്വാളിറ്റി ഉള്ളതുമായ ഒരു സാധനത്തെ തേടിയാണ് നമ്മൾ കമ്പോളത്തിൽ പോകുന്നത്. അപ്പോൾ കമ്പോളത്തിന് എന്തില്ല? കമ്പോളത്തിൽ യഥാർത്ഥത്തിൽ ഈ സമ്പദ്ശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന രൂപം വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പോളത്തിൽ ജാതിയില്ല, കമ്പോളത്തിൽ വിവേചനമില്ല, കമ്പോളത്തിൽ പിന്നെ വ്യക്തികൾ പലതരത്തിലും തരംതിരിക്കുന്നില്ല. നിങ്ങളെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും കമ്പോളത്തിന് അറിയണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനത്തിന് കൊടുക്കാനുള്ള കാശുണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കടക്കാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ട് പോവുകയുള്ളൂ. പക്ഷേ അപ്പോൾ പോലും ഇത് ഒരു ജാതി എന്ന് പറയുന്നതോ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സാമുദായികപരമായിട്ടുള്ളതോ പ്രാദേശികമായിട്ടോ ഉള്ളതോ സൗഹൃദം കൊണ്ട് രൂപപ്പെടുന്നതോ നിങ്ങളുടെ തന്നെ ഒരു സ്നേഹത്തിൻ്റെ ആവിഷ്കരണമായി വരുന്നതോ ആയിട്ടുള്ള അനേകം മനസ്സിൻ്റെ അനേകം ഭാവങ്ങളെ യഥാർത്ഥത്തിൽ സമ്പദ്ശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട്? തള്ളിക്കളയുന്നുണ്ട്. എന്നിട്ട് വളരെ പരിമിതമായ നിങ്ങളുടെ ഈ വ്യക്തിപരമായ ഇൻട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, അതുകൊണ്ടാണ് ആ പെർസ്യൂട്ടിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്ന ഒരു ധാരണ. ആ ധാരണ അടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ ആ വിഷയം നമുക്ക് പഠിക്കാൻ പറ്റൂ. അങ്ങനെ സമ്പദ്ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്
കുഞ്ഞാമൻ സാർ. അതുകൊണ്ടാണ് കുഞ്ഞാമൻ സാറ് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും മൂന്നാം ലോക രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് പലപ്പോഴും ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു 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 ബ്രാഞ്ച് ഓഫ് നോളജാണ്. അത് വെച്ചാണ് അദ്ദേഹം പലപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ കാർഷിക മേഖല അങ്ങനെയൊക്കെയാണ്. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, ഇങ്ങനെയുള്ള അതിൻ്റെ പദമേ നമുക്ക് അതിനുള്ളിൽ. ഇപ്പോൾ നമ്മൾ എന്ത് വിഷയമാണോ നമ്മൾ പഠിക്കുന്നത്, ആ പഠിക്കുന്ന വിഷയം നമ്മുടെ ചിന്തയായി യാന്ത്രികമായി മാറും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ചിന്തകർ എന്ന് പറയുന്നത് ഈ വിഷയം പഠിക്കുന്ന, ഡിസിപ്ലിൻ പഠിക്കുന്ന ആൾക്കാർക്ക് ചിന്തകൾ അങ്ങനെ സ്വന്തമായൊരു ചിന്ത ഡെവലപ്പ് ചെയ്യാൻ കുറേ സമയമെടുക്കും, ഒരുപാട് കാലം എടുക്കും. പക്ഷേ അതൊരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് പിടികിട്ടിയാൽ പിന്നെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും, വളരെ ഭംഗിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ആ കുക്ക് ചെയ്യാനുള്ള ശേഷിയാണ് യഥാർത്ഥത്തിൽ മെത്തഡോളജിക്കൽ സ്കില്ലെന്ന് ആൾക്കാർ പറയുന്നതാണ്. ആ ശേഷിയാണ് കുക്ക് ചെയ്യാനുള്ള ശേഷി. അപ്പോൾ നല്ല മാംസം ഉണ്ടാവണം, നല്ല പച്ചക്കറി ഉണ്ടാവണം, അതിൻ്റെ ചേരുവകൾ വളരെ ക്ലിയർ ആയിരിക്കണം, അപ്പം മാത്രമേ നല്ല സാമ്പാർ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ആ തിയറി നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ശക്തമായ അടിത്തറ, ഒരു വിഷയത്തിൻ്റെ, ഒരു ഡിസിപ്ലിൻ്റെ ശക്തമായ അടിത്തറ ഇങ്ങനെ പഠിച്ചിട്ടുള്ളൊരു ആളാണ് കുഞ്ഞാമൻ സാറ്. അതുകൊണ്ട് തന്നെ പല ചിന്തകളും സാമ്പത്തിക യുക്തിക്ക് ഉള്ളിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാർക്സിസം വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സിദ്ധാന്തമായിട്ട് വരുന്നത്. അതൊരു സ്വാഭാവികതയാണ്, അതൊരു സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ഈ പ്രോവർബിലായ പല കഥകളും പല കാര്യങ്ങളും പറയുന്നത് നേരത്തെ സണ്ണി സാർ പറഞ്ഞ പോലെ ആ മാർക്സിസത്തിൻ്റെ ഒരു പ്രേതബാധ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴാണ്. മാർക്സിസം എന്ന് പറയുന്ന ഒരു ബാധ, ആ ബാധ സമ്പദ്ശാസ്ത്രം പഠിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ സമ്പദ്ശാസ്ത്രം കേരളത്തിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള മാർക്സിസ്റ്റ് സൈദ്ധാന്തിക വൃന്ദങ്ങൾ മുഴുവൻ ഒരു കുതന്ത്രമന്ത്രം പോലെ ഈ സാധനത്തെ ഇങ്ങനെ എല്ലാ വിഷയത്തിലേക്കും കടത്തി വിട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പരിസരം അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും ഇടതുപക്ഷക്കാരാവുക, എല്ലാവരും വർഗവീക്ഷണം നടത്തുക. വർഗം എന്ന് പറഞ്ഞൊരു സാമ്പത്തിക ഒരു സംസർഗമാണ്, ഒരു കാറ്റഗറിയാണ് വർഗം. അതിൽ വർഗത്തിന് എപ്പോഴും ഉള്ളത് വർഗ താല്പര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപരിഘടനയും നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ചുരുങ്ങിയ വർഷം ഒരു ബുദ്ധിജീവി ആവണമെങ്കിൽ നിങ്ങൾ ഈ വർഗവീക്ഷണം എന്നൊക്കെ പറയണം, അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തെ ചീത്ത വിളിക്കണം, മുതലാളിത്തം അത്ര നല്ലതൊന്നുമല്ല എന്നൊക്കെ പറയണം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നല്ല സ്വീകാര്യനായിട്ടുള്ള ഒരു ബുദ്ധിജീവിയൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പ്രസംഗിക്കാനൊക്കെ വിളിക്കും. ഭയങ്കര അതൊരു സെൽഫ് പർസ്യൂട്ടാണ്, അതും ഒരു ഇൻട്രസ്റ്റാണ്. എല്ലാവർക്കും സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളും കൂടി പാകപ്പെടുക എന്നുള്ള ഒരു സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പെടൽ ആർക്കുണ്ട്? കുഞ്ഞാമൻ ഒരു പെടൽ പെട്ടിട്ടുണ്ട്. ആ പെടൽ എന്ന് പറയുന്നത് സമ്പദ്ശാസ്ത്രം എന്ന് പറയുന്ന ഡിസിപ്ലിൻ്റെ ഉള്ളിലും അതോടൊപ്പം തന്നെ അതിന് പാകപ്പെട്ട അതിൻ്റെ ഒരു രാഷ്ട്രീയ മാർക്സിയൻ സമ്പദ്ശാസ്ത്രം വളരെ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പരിസരവും കൂടി വന്നപ്പോൾ വളരെ ഫിറ്റായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി, പിന്നെ യാത്രയാണ്. നമ്മൾ പിന്നെ അതിൽ മാറിയിരിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് കുഞ്ഞാമൻ സാർ പറയുന്നത് ഈ AKG സെൻറ്ററിനെ പറ്റി ഒരു കഥ പറയുന്നത്. AKG സെൻറ്ററിൽ നിന്ന് പഠിക്കുകയും സർവകലാശാലയിൽ പോയി പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു കുഞ്ഞാമൻ. ഇതൊക്കെ വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണെന്ന് പിന്നീട് കുഞ്ഞാമൻ സാറിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹം അത് ചെയ്തിരുന്നു കേട്ടോ. ഇന്ന് AKG സെൻറ്ററിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അന്ന് അങ്ങനെ ആയിരിക്കാം. അന്നത്തെ ഒരു സാഹചര്യത്തിൽ മാർക്സിസത്തെയും കേരളത്തിൻ്റെ സമ്പദ്ശാസ്ത്രത്തെയും കേരളത്തിൻ്റെ സാമൂഹികമായ പുരോഗതിയെക്കുറിച്ച് അന്തിമമായി വാക്ക് പറയാനുള്ള ഒരാൾ AKG സെൻറ്ററിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. അദ്ദേഹം വളരെ വരേണ്യനായിട്ടുള്ള ഒരാളാണ്. കുറേ കണ്ടമാനം സ്വത്തുണ്ടായിരുന്നു. അല്ല, സാമ്പത്തിക ശാസ്ത്രമാണല്ലോ. കണ്ടമാനം സ്വത്തുണ്ടായിരുന്നു. ആ സ്വത്ത് മുഴുവൻ ഉപേക്ഷിച്ച ആളാണ്. ഉള്ളാൾക്ക് മാത്രമേ ഉപേക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്കൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം നമുക്കൊന്നുമില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഉപേക്ഷിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ രൂപപ്പെടുന്ന ഒരു സമ്പദ്ശാസ്ത്ര ചിന്തയാണ് കുഞ്ഞാമൻ സാറിനുള്ളത്. പിന്നെ അതേപോലെ വളരെ അതിൻ്റെ എല്ലാ ശീലുകളും പഠിച്ചിട്ടുള്ള ആ സമ്പദ്ശാസ്ത്രത്തോട് തിരിച്ചൊരു ചോദ്യം വേറെ ഏതെങ്കിലും വിഷയത്തിൽ നിന്ന് ചോദിക്കാനേ കഴിഞ്ഞിട്ടില്ല. അത് കുഞ്ഞാമൻ സാറിൻ്റെ മാത്രം പ്രശ്നമായിരിക്കില്ല, അത് അന്നത്തെ കേരളത്തിൻ്റെ ഒരു അക്കാഡമി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ
അങ്ങനെ പ്രവർത്തിക്കുക. അക്കാഡമിയിൽ വേറൊരു ചോദ്യം ചോദിക്കാൻ മറ്റൊരു ഡിസിപ്ലിനിലൊരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല. പക്ഷേ നിങ്ങൾ അംബേദ്കർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഡൈമെൻഷൻ കാണാം. അംബേദ്കർ വേറൊരു ഡൈമെൻഷനിലാണ്. അംബേദ്കർ സമ്പദ്ശാസ്ത്രം പഠിച്ച ആളാണ്. അംബേദ്കർ ആദ്യം പഠിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ്. അദ്ദേഹത്തിൻ്റെ PhD തീസിസ് ദ പ്രോബ്ലം ഓഫ് ദ റുപ്പിയാണ്. അത് ഈ ഇന്ത്യൻ മാക്രോ ഇക്കണോമിക്സ് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ വളരെ ശക്തമായി ശ്രീരാമനെയും കൃഷ്ണനെയും സാമൂഹികമായി വിശകലനം ചെയ്യാനും അംബേദ്കർക്ക് കഴിയുമായിരുന്നു. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. യഥാർത്ഥത്തിൽ കുഞ്ഞാമ സാറ് ഈ സാമൂഹിക വായന നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഹോമോ ഇക്കണോമിക്കസിൽ നിന്ന് ഹോമോ സോഷ്യോളജിക്കസ് എന്ന് പറയുന്നൊരു സ്ഥലത്തിലേക്ക്, അല്ലെങ്കിൽ ഹോമോ കൾച്ചറൽ ഇക്കസ് എന്ന് പറയുന്നൊരു സ്ഥലത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹം നിരന്തരമായി ദളിത് ആദിവാസി മുന്നേറ്റങ്ങളുമായിട്ട് സമരങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒത്തുചേരലിൽ നിന്നാണ്. വേറെയൊരു ലോകം അപ്പുറത്ത്, വളരെ വളരെ സങ്കീർണമായ വേറൊരു ലോകം അപ്പുറത്ത് നിൽക്കുകയും ആ ലോകം യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക ലോകത്തെ നിർണ്ണയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുന്നത്. നമുക്ക് നമ്മുടെ സാമ്പത്തിക ഇപ്പം ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ സാമ്പത്തിക ജീവിതവും സാമൂഹ്യ ജീവിതവും സാംസ്കാരിക ജീവിതവും നിങ്ങൾക്ക് ഇങ്ങനെ വേർതിരിച്ച് മാറ്റിവെക്കാൻ സാധ്യമല്ല. അതിനെ വേർതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാമ്പത്തിക ജീവിതം പ്രത്യേകിച്ച്, അല്ലെങ്കിൽ സാമൂഹിക ജീവിതം പ്രത്യേകിച്ച്, സാംസ്കാരിക ജീവിതം പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. ഇൻസെപ്പറബിളാണ്. ഇതെല്ലാം ഒന്നിച്ചു പോകുന്നൊരു രീതിയാണ്. ഇത് തിരിച്ചറിയുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കുഞ്ഞാമ സാറിൻ്റെ യഥാർത്ഥ സമ്പദ്ശാസ്ത്ര ചിന്തയിൽ, അതായത് സമ്പദ്ശാസ്ത്രത്തിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ തന്നെ മെത്തഡോളജിക്കുള്ളിലുള്ള അതിൻ്റെ തന്നെ വിഷയത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പരുപ്പൻ സ്വഭാവത്തെ ഒന്ന് ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് ഈ ഉൾക്കാഴ്ചയിലൂടെയാണ് സാധിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം വളരെ രസകരമായിട്ടുള്ളൊരു സമ്പദ്ശാസ്ത്ര ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നത്. ആദിവാസികളെക്കുറിച്ചാണ് ഇത് പഠിക്കുന്നത്. ഒരു സാധാരണ സമ്പദ്ശാസ്ത്രം പഠിച്ചിട്ടുള്ളൊരു മനുഷ്യൻ, ഇപ്പം ഞാൻ ടെക്നിക്കലി ഇക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ഒരാളാണ്, ഇതുപോലെ ടെക്നിക്കലി അതിൻ്റെ ഒരു കോടിക്കണക്കിന് രൂപയുടെ കണക്കൊക്കെയാണ് ഞാനൊക്കെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ സോൾവ് ചെയ്ത് പെടുന്നത്. 5 പൈസ കയ്യിലില്ലാത്ത സമയത്താണ് കോടിക്കണക്കിന് രൂപയുടെ കണക്ക്, അതിൻ്റെ ബാലൻസ് ഷീറ്റ്, അതിൻ്റെ ലയബിലിറ്റി എല്ലാം. അതുപോലെ കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ അന്നേരം ഇന്ത്യയിൽ ആവശ്യമായ മറ്റു സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ് വികസിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ഉണ്ടായാൽ മാത്രമേ ഇത് ഡെവലപ്പ് ആകൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിയറട്ടിക്കലായിട്ടുള്ളൊരു ചില എക്സസൈസാണ്, ഒരു ഊഞ്ഞാലാട്ടാ. ഒരു ബേസിക് സാധനം അടിച്ചാൽ മതി, പക്ഷേ അതിങ്ങനെ ഊഞ്ഞാലാട്ടാൻ പറ്റും. ഇറ്റ്സ് അഗൈൻ ട്രിക്കി തിങ്. ഇറ്റ്സ് രസമുള്ള സംഭവമാണ്. പക്ഷേ അങ്ങനെയാണ് അത് എക്കണോമിക്സ് പഠിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ആൾക്കാർ എക്കണോമിക്സ് പഠിക്കുന്നത് വെച്ചാൽ ഒന്നും കിട്ടാതെ വരും എക്കണോമിക്സിൽ വരുന്നത്. അതുകൊണ്ട് ഇവർക്ക് എന്താണെന്ന് മനസ്സിലാവരുത്. ബാക്കിയെല്ലാം നോക്കൂ, ഹിസ്റ്ററി നോക്കി, മറ്റേത് അല്ലെങ്കിൽ സയൻസ് നോക്കി, ഇതൊന്നും ഇല്ല. എന്നാൽ പിന്നെ എക്കണോമിക്സ് എന്ന് പറയും. അങ്ങനെയാണ് എക്കണോമിക്സിൽ അതുകൊണ്ടാണ് ഈ ശ്രീനിവാസൻ പറയുന്നത് കേരളത്തിലെ തേങ്ങകളേക്കാൾ കൂടുതൽ എക്കണോമിക്സ് ബിരുദധാരികൾ ഉണ്ടെന്ന്. ഇപ്പം അങ്ങനത്തെ എക്കണോമിക്സ് അല്ല ഈ പറയുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹം പഠിച്ച് ഇദ്ദേഹത്തിന് 1ാം റാങ്ക് കിട്ടുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞു, 1ാം റാങ്ക് എക്കണോമിക്സ് കിട്ടുന്നുണ്ട്. ആ എക്കണോമിക്സ് 1ാം റാങ്ക് കിട്ടിയപ്പോൾ ആ റാങ്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയപ്പോൾ അയാളുടെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഹോസ്റ്റൽ മേറ്റ് പറഞ്ഞു, അവൻ ഭയങ്കര ഒരു ചട്ടമ്പിയാണ് ഹോസ്റ്റൽ മേറ്റ്, ഒരിക്കലും ക്ലാസ്സിലൊന്നും ഇരിക്കില്ല. സമ്പദ്ശാസ്ത്രത്തിൻ്റെ ജ്ഞാനബോധം മനസ്സിലാക്കി സമ്പദ്ശാസ്ത്രത്തെ തള്ളിയതൊന്നുമല്ല, എന്തോ ഒരു കുഴപ്പം അതിലുണ്ടെന്ന് ഈ പുള്ളിക്ക് ഇതൊന്നും നോക്കാതെ തന്നെ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിനക്ക് 1ാം റാങ്ക് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു എന്ന്. അപ്പോൾ കുഞ്ഞാമ സാർ ചോദിച്ചു, അതെന്താ അങ്ങനെ, നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ കഴുതയെപ്പോലെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ സമ്പദ്ശാസ്ത്ര ചിന്തയിൽ നിന്ന് അദ്ദേഹം, പക്ഷേ ഇത് തിരിച്ചറിയണ്ട, നമ്മളതിലങ്ങ് വീഴുകയാണ്, കഴുതയെപ്പോലെ സമ്പദ്ശാസ്ത്രം പഠിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു പ്രോബ്ലം. അങ്ങനെ നമ്മൾ പഠിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ തിരിച്ച് കുഞ്ഞാം സാറോട് തന്നെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളങ്ങനെ പഠിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇതെല്ലാം ശരിയാണെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ മുഴുകി വീഴരുത്. ഇടയ്ക്കിങ്ങനെ മാറിയെന്ന് ശരിയാണോ ഒന്ന് നോക്കണം. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് ആദിവാസികളുടെ ജീവിത പരിസരത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പദ്ശാസ്ത്ര ചിന്ത വരുന്നത്. അത് തന്നെ ഒരു പ്രോബ്ലമാറ്റിക്കാണ്. ഏത് എക്കണോമിക്സുമായിട്ട് ആലോചിക്കുമ്പോൾ അത് തന്നെ ഒരു പ്രോബ്ലമാറ്റിക്കാണ്. കാരണം എന്താ വെച്ചാൽ ആദിവാസികളുടെ യുക്തിബോധം തീർത്തും വ്യത്യസ്തമാണ്. സാമ്പത്തിക യുക്തിയല്ല, അല്ലേ? നിങ്ങളവിടെ ആദിവാസികളുടെ പോയിട്ട് 1 കിലോ അവരുടെ ഒരു കുപ്പി തേൻ
വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്തെങ്കിലും തന്നോന്ന് പറയൂ, എന്തെങ്കിലും തന്നോന്ന് പറയൂ. തന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയി വേണമെങ്കിൽ അങ്ങോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൂടി തരൂ. അങ്ങനെ ആകെ മൊത്തം തിരിച്ചുള്ള റിവേഴ്സ് റാഷണാലിറ്റി ഉള്ള മനുഷ്യരാണ്. അതെടുക്കുന്നതിനൊരു പ്രോബ്ലമാണ്. പക്ഷെ അദ്ദേഹം അത് എടുത്തു. അദ്ദേഹത്തെ എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ പൊസിഷനാണ്. ആ ചോയ്സ്, ആ വിഷയം പഠിക്കാം എന്ന് വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ലൊക്കേഷനാണ്. ഇത് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ വേജിനെ കുറിച്ചുള്ളതാണ് ഞാൻ പറയുന്ന. കുറച്ചൊരു ഇതായിരിക്കും, ഈ വരട്ട സാധനമാണല്ലോ വേജ് എന്നൊക്കെ പറയാം, കൂലി അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കൂലിയുടെ ഒരു അനാലിസിസാണ് വേജ് അനാലിസിസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവരെല്ലാവരും ബാക്കി എല്ലാ സമ്പദ്ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് കേരളത്തിലെ എല്ലാ ആൾക്കാരുടെയും കേരളത്തിലെ ഒരു ആവറേജ് കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 800 രൂപയൊക്കെയാണ് വരിക ഏതൊരു തൊഴിലാളിയും. അപ്പോൾ അതാണ് കൂലി. അപ്പോൾ കേരളത്തിൻ്റെ കൂലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം 800 രൂപ പെർ ഡേ, ഒരു 800 രൂപ, ഒരു 8 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 800 രൂപ. അതാണ് അതിൻ്റെ ഒരു ലോജിക്കൽ സംഗതി. പക്ഷേ ആദിവാസികളുടെ കൂലി അന്വേഷിച്ച് പോയി നടത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ ഈ സമ്പദ്ശാസ്ത്രജ്ഞരൊക്കെ കണ്ടുപിടിച്ച ഒരു വേജ് റേറ്റ് അല്ല അവിടെ അതിൽ നിന്നും എത്രയോ താഴെയായ ഒരു വേജ് റേറ്റാണ്. ആദിവാസികളുടെ ഇടയിലുള്ള വേജ് റേറ്റ് സോ ലോ, 300, 250 ഒക്കെ പറഞ്ഞാൽ അങ്ങനെ താണു കിടക്കുന്നതാണ്. അത് മാത്രമല്ല 8 മണിക്കൂറുമല്ല, അവരുടെ ജോലിയുടെ രീതിയും 8 മണിക്കൂറല്ല, 18 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, അതായത് മറ്റുള്ളവർക്ക് പ്ലാന്റേഷനിൽ വേണ്ടി വർക്ക് ചെയ്യുന്നു. അങ്ങനെ മറ്റെല്ലാ സാമ്പത്തികമായിട്ടുള്ള ലോജിക്കിൽ തന്നെ അവരെല്ലാം വർക്ക് ചെയ്ത തീർത്തും വിഭിന്നമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങളീ പറയുന്ന വേജ് റേറ്റ് ഇസ് നോട്ട് ദ വേജ് റേറ്റ്, അതെല്ലാവർക്കും ഒരുപോലെയല്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ വേജ് റേറ്റ് ഉള്ളത് എന്ന് പറയുന്നൊരു പ്രബന്ധമാണ് ആദ്യം വെക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള യാഥാസ്ഥികമായിട്ടുള്ള സമ്പദ്ശാസ്ത്രജ്ഞരുടെ ഒരു ചിന്തയെ ഘടകവിരുദ്ധമായിട്ടുള്ളൊരു അനാലിസിസാണ് വെക്കുന്നത്. വാട്ട് യു സേ അബൌട്ട് ഇറ്റ്, ഇത് എല്ലാം ഒന്നല്ല. അപ്പോഴാണ് അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കേരളത്തിൻ്റെ ഒരു വികസന നയങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ആലോചനയിലേക്ക് പോകുന്നത്. ആ വികസന നയത്തിൻ്റെ ആലോചനയിലാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം, അദ്ദേഹം അതിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെന്നുള്ള നിലക്ക് വികസന നയത്തെക്കുറിച്ച്, ആദിവാസികളുടെ നയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാദിവാസിയും അതിലുണ്ടാവില്ല. എല്ലാം സവർണരും ഒക്കെ ഇരുന്നിങ്ങനെ ആദിവാസികൾ കാടിനെക്കുറിച്ച് ആലോചിക്കുന്നത് കാട്ടിൽ ഇതുവരെ പോവാത്ത മനുഷ്യരാണ്. അപ്പോൾ കാട്ടിൽ എത്ര ആദിവാസികളുണ്ട് എന്നുള്ളതിൻ്റെ എണ്ണമില്ല സ്റ്റേറ്റിൻ്റെ കയ്യിൽ, അതായത് ഒരു നയമില്ല. എന്നാൽ പുലികൾ, മറ്റ് സംഗതികൾ, അവിടെയുള്ള മരങ്ങൾ, ഇതിനൊക്കെ കൃത്യമായ കണക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്റ്റേറ്റിനോട് ചോദിക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റിനോട് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നതോടുകൂടിയാണ് ഈ കലഹം, സ്റ്റേറ്റും കുഞ്ഞാമ സാറും തമ്മിലുള്ള ഈ അന്തരം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റേറ്റിന്. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിക്കൂ, കേരളത്തിൻ്റെ ഒരു പൊതുനയത്തെ അദ്ദേഹം വളരെ കൃത്യമായി വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ നയം എന്ന് പറഞ്ഞിട്ടുള്ള, ആരുടെ നയമാണ് ആരോഗ്യ നയം? ഈ പറഞ്ഞ മിഡിൽ ക്ലാസ്സാണ്. അതിൽ ദളിതരില്ല. ആ ആരോഗ്യ നയത്തിൽ ദളിതരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവാണ് കമ്പയർ ടു അതർ സവർണ ഓർ OBC കാസ്റ്റ്. ലൈഫ് എക്സ്പെക്റ്റൻസി, മരിച്ചു പോകുന്ന വർഷം കുറച്ചും കൂടി റിലേറ്റീവ്ലി കുറവാണ്. ഒരു 60-65 വയസ്സൊക്കെ ആകുമ്പോൾ ജനറലി അവർ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. മറിച്ച് ഇപ്പോഴത് കൂടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആയുർദൈർഘ്യം അതിലും കൂടിയിട്ടുണ്ട്. 100, 101, 102, 103 എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വ്യത്യാസത്തിലാണ്. ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് ജാതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനെന്ത് ജാതി, അയാളെ ശരീരമൊക്കെ നന്നായി നോക്കി, അതുകൊണ്ട് അയാൾ കുറേ കാലം ജീവിച്ചു. ഇയാൾ ശരീരം നോക്കിയില്ല, അതുകൊണ്ട് അയാൾ ഇങ്ങനെ യുക്തി പറയുകയാണെങ്കിൽ അതിൽ ജാതിയൊന്നുമില്ല. പക്ഷെ അല്ലാതെ ഉണ്ട് ഈ ശരീരം നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ശരീരം എങ്ങനെയാണ് നിൽക്കുക? ഈ ശരീരം നിൽക്കുന്നത് നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ ഉച്ചക്ക് കൃത്യമായ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടോ? മറ്റ് പ്രോട്ടീൻ ഫുഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെയാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. പക്ഷേ ഈ എക്കണോമിക്സിൻ്റെ അനാലിസിസിൽ ഈ ചോദ്യങ്ങൾ വരില്ല. ഈ ചോദ്യങ്ങൾ അപ്പോൾ അതായത് നമുക്ക് ഭക്ഷണത്തിലേക്കുള്ള നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത എന്താണുള്ളത്, നമുക്ക് ഭക്ഷണം കിട്ടാനുള്ള സാധ്യത എന്താണ്? അതുകൊണ്ടാണ് കുഞ്ഞാം സാർ പറയുന്നത് വിശപ്പാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വിശപ്പാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആരോഗ്യ നയം എടുത്ത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും
ആരോഗ്യ നയം ഈ മിഡിൽ ക്ലാസ് നയ അവർക്ക് വേണ്ടിയാണ്. അതിലാരില്ല? ആദിവാസികളില്ല, ദളിതരില്ല, ഒരു പ്രത്യേകതരം പിന്നോക്ക വിഭാഗങ്ങളില്ല, മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളില്ല. അതിൻ്റെ ഔട്ട്ലെയറാണ് കേരളത്തിൻ്റെ കെട്ടിപ്പൊക്കിയ, നേരത്തെ സന്തോഷ് കുമാറൊക്കെ പറഞ്ഞ യൂറോപ്പുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ചില കണക്കുകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു മോഡലാണ് കേരള മോഡൽ. ആ മോഡലിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇല്ല. ആരാണ് ഈ അടിസ്ഥാന ജനവിഭാഗങ്ങൾ? അടിസ്ഥാന ജനവിഭാഗങ്ങൾ വരേണ്യരായ മനുഷ്യർക്ക്, സവർണരായ മനുഷ്യർക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരുടെ പേരാണ് അടിസ്ഥാന വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, സണ്ണിച്ചായൻ്റെ അച്ഛൻ ഇവരൊക്കെ പലപ്പോഴും പാടത്തും അല്ലാതെയൊക്കെ പണിയെടുത്ത് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടുകയാണെങ്കിൽ ജീവിതം നിലനിർത്തിപ്പോവാൻ. അങ്ങനെയാണ് ജാതിയുടെ ഒരു പ്രത്യേകത. നിങ്ങളെ കൊന്നുകളയില്ല, എന്നെയൊന്നും കൊന്നുകളയില്ല. കാരണം ഞാൻ വേണം, കാരണം അവരെ ഞാൻ സഹായിക്കണ്ടേ. അപ്പോൾ എനിക്ക് സബ്സിസ്റ്റൻസ് ആയിട്ട് എന്നെ ഇങ്ങനെ നിലനിർത്തും. അപ്പോൾ എനിക്ക് കുറച്ചെന്തെങ്കിലും പാറ്റേൺ ക്ലൈൻറ്റ് റിലേഷൻഷിപ്പ് പോലെ ആ പാടം കൊയ്താൽ നിനക്ക് കുറച്ചൊരു ഷെയർ ഉണ്ട്. എന്താ ഷെയർ? പൊട്ടി അരിയൊക്കെ ആയിരിക്കും, പക്ഷെ അത് വെച്ച് ഞാൻ എൻ്റെ ജീവൻ നിലനിർത്തിക്കൊള്ളണം. കാരണം നാളെ വീണ്ടും പണിക്ക് വരണം, ചത്തുപോകരുത്. അതാ വ്യവസ്ഥയുടെ ഒരു ആഗ്രഹം. ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെ കിട്ടൂല. അതുകൊണ്ട് ഇവനെ ചാവാതെ ഇവനെ നിലനിർത്തുകയും അതോടൊപ്പം ഇവൻ നമുക്ക് വേണ്ടി ചത്തു പണിയെടുക്കുകയും ചെയ്യണം എന്നുള്ളൊരു ലോജിക്ക് കാസ്റ്റിനുണ്ട്. അതാണ് ഈ കാസ്റ്റിൻ്റെ ക്രൂരത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തലമുറകളായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇവരുടെയൊക്കെ മക്കൾ എന്ത് ചെയ്യുമായിരുന്നു? ABCD EFG ഒക്കെ ഇങ്ങനെ ഗ്രാമറൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാളത്തിൽ പിന്നെ ഈ കാകളി ശതകാകളി അങ്ങനെ വൃത്തൊക്കെ പഠിച്ച്, മഞ്ചരി എന്നൊക്കെ പറഞ്ഞില്ലേ, വൃത്തൊക്കെ പഠിച്ച് ഇങ്ങനെ രവിവർമ്മയുടെ ഫോട്ടോ ഒക്കെ കണ്ട് അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് ഒക്കെ നോക്കി അങ്ങനെ അവരിങ്ങനെ അതിൻ്റെ ഒരു ഭാവനയിൽ അങ്ങനെ അവർ പിന്നെ കവിതകളൊക്കെ എഴുതി പിന്നെ രാമായണമൊക്കെ ചൊല്ലി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് 600-700 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പൊതുതലമുറ ഇങ്ങനെ ഇവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പണിയെടുക്കുന്നത് ജാതി വിവേചനം കൊണ്ടാണ്. അത് ഞങ്ങൾക്ക് കൂലിയുമില്ല, അന്തസ്സുമില്ല. അപ്പോൾ ഇങ്ങനെ കൂലിയും അന്തസ്സും ദീർഘകാലമായി ചരിത്രത്തിൽ നിഷേധിക്കപ്പെട്ട മനുഷ്യരൊക്കെ കൂടി നിങ്ങൾക്കുണ്ടാക്കി തന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് നിങ്ങളുടെ സമ്പത്ത്. ദ വെൽത്ത് ഓഫ് യുവർ ഫാമിലി ഈസ് ദ വെൽത്ത് ദാറ്റ് വി ക്രിയേറ്റഡ്. അതാണ് മാർക്സിസ്റ്റ് റീഡിങ്. കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ഒരു മാർക്സിസ്റ്റ് റീഡിങ് സാധ്യമാണ് എങ്കിൽ അത് ഇങ്ങനെ നോക്കണം. ജാതിയെ ബേസായി കാണണം. ജാതിയാണ് ബേസ്, ജാതിയാണ് അടിസ്ഥാന പ്രശ്നം. നിങ്ങൾക്ക് ആർക്കും ജാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സണ്ണി കബിക്കാട് പറയുന്നത്. എനിക്ക് ജാതിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ജാതിയെ നിഷേധിക്കാം. എനിക്ക് ജാതിയില്ല. അങ്ങനെയാണ് എൻ്റെ നാട്ടിലൊക്കെ. അങ്ങനെയാണ്. ഞാൻ കണ്ണൂരാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ഒരു ജാതിയുടെ എൻ്റെ അമ്മയെ അപമാനിക്കുന്ന ഒരു തരത്തിലുള്ളൊരു സംഗതി വന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിൽ എഴുതി. അപ്പോൾ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചു, എന്തൊക്കെ പറഞ്ഞാൽ ഈ ബ്രാഞ്ചിൽ ജാതിയില്ല എന്ന്. അപ്പം എനിക്കാണെങ്കിൽ അടുത്ത ബ്രാഞ്ചിൽ പോയിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം പെട്ടെന്ന് വാങ്ങാനും പറ്റില്ല. പിന്നെ അവിടെ വീട് വെക്കാൻ പറ്റില്ല. ഞാൻ വീട് വെച്ചാൽ തന്നെ എല്ലാ തൊഴിലാളികളും വരില്ല. തൊഴിലാളികൾക്ക് എന്നേക്കാൾ മുകളിലുള്ള ജാതിയുള്ള ആൾക്കാരാണ്. അവർ എൻ്റെ വീട് വരണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ പലതരം പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള വീട് പണിത് തന്നെ. അന്നേരമാണ് ഇല്ലാത്ത ബ്രാഞ്ചിലേക്ക് പോയിക്കോന്നുള്ളത്. ഇങ്ങനെ യാന്ത്രികമായി യാതൊരു ബോധവും ഇല്ലാതെ കുറേ മനുഷ്യന്മാരിങ്ങനെ എല്ലാം ശരിയായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാം ശരിയായി, ഇനി കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുള്ള അതിപ്പോൾ നമ്മൾ ശരിയാക്കും എന്നുള്ള ലൈനിൽ നിൽക്കുന്ന ഒരുതരം എന്താണ്, ഒരുതരം മരവിച്ച മനുഷ്യർ, ഒരുതരം മരവിച്ച ബുദ്ധിയുള്ളവർ, ഒരു ജ്ഞാനബോധവും ഇല്ലാത്ത, ഒരു ഉൾക്കാഴ്ചയില്ലാത്ത മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ആൾക്കാർ അവർ വിചാരിക്കുന്നത് ഇവനെന്തോ പണ്ടത്തോരം പറയുകയാണെന്ന് പറയുന്നത്. അവന് മനസ്സിലാകുന്നില്ല ഈ സാധനം. അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ്റെ ചിന്തയിൽ നിന്നും എത്രയോ അകലെയാണ്. ദ പോയിന്റ് ഈസ് ദിസ്: സാമ്പത്തികമായിട്ടുള്ള വിവേചനം, ജാതി വിവേചനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കി തന്ന ഒരു വ്യവസ്ഥയാണ്. അത് ഇപ്പോഴും തുടരുന്നു. കേരളത്തിൽ 56% ജനങ്ങളും കേരളത്തിൽ 56% ജനങ്ങൾ കൂലിവേല ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് ദളിതരാണ്. ഈ കൂലിവേല ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ദളിതർ മാത്രമായി പോകുന്നത്? സാധാരണ പണിയെടുക്കുന്നത് ഇപ്പം എല്ലാം 56% കേരളത്തിൽ ദളിതരാണ്. എന്ന് പറഞ്ഞാൽ കൂലിക്ക് വേണ്ടി മാത്രമേ നമ്മൾ സമരം ചെയ്തിട്ടുള്ളൂ. അത് കുഞ്ഞാമ്മ സാർ വെക്കുന്ന ഒരു കൂലിയെക്കുറിച്ചുള്ള മറ്റൊരു ചിന്തയാണ്. കൂലിക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യും, കൂലി കിട്ടാൻ വേണ്ടി. കൂലിക്ക് വേണ്ടിയല്ല സമരം ചെയ്യേണ്ടത്.
നിങ്ങൾ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യണം, നിങ്ങൾ അധികാരത്തിൻ്റെ പങ്കിനെക്കുറിച്ച് വേണ്ടി ചോദിക്കണം. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളെ അവർ തല്ലി ഓടിക്കും. അത് നമ്മൾ ചെങ്ങറയിൽ കണ്ടു, മറ്റു പല സ്ഥലങ്ങളും കണ്ടുകൊണ്ടിരിക്കും. കൂലിക്കാണെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കും. അപ്പോൾ ഞങ്ങളത് പരിഹരിച്ച് കൂലി നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളിപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളായിട്ട് ഇങ്ങനെ മാറുക. അപ്പോൾ കുഞ്ഞാം സാറ് മറ്റൊരു പ്രോവർബിയലായിട്ട് ഈ ഒരു സമ്പദ്ശാസ്ത്ര ചിന്തയെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം പറയുന്നത്, ഈ കൂലി, അതായത് അധ്വാനിക്കുന്ന മനുഷ്യരാണ് സമ്പത്തുണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ അയാൾ കുഞ്ഞാം സാറ് കേരളത്തിലെ ഏറ്റവും സമ്പന്നനായനെ. കാരണം അയാൾ അച്ഛൻ നന്നായി ജോലി ചെയ്തിട്ടുണ്ട്, 24 മണിക്കൂറും പണിയെടുത്തിട്ടുണ്ട്. അയാൾ അച്ഛൻ്റെ അച്ഛൻ പണിയെടുത്തിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങളെല്ലാം പണിയെടുത്തിട്ടുണ്ട്. പണിയെടുക്കുന്നവനാണെങ്കിൽ ആ സമ്പന്നനാവേണ്ടത്. പണിയെടുക്കുന്നവൻ സമ്പന്നനാവരുത്, ആവില്ല. അതുകൊണ്ട് നിങ്ങൾ പണിയെടുക്കരുത് എന്നാണ് പറയുന്നത്. കൂലിപ്പണി എടുക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം, ജീവിക്കരുത് എന്നുള്ളതല്ല. ഈ പണിയെടുത്തിട്ട് സമ്പന്നരാവാം എന്നുള്ള ഈ തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല. പണിയെടുത്തതിനെ കൊണ്ട്, കൂലിപ്പണിയെടുത്തത് കൊണ്ട് നമ്മൾ സമ്പന്നനായിട്ടുണ്ട് എങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരാവേണ്ടത് ആരായിരുന്നു? ദളിതരായിരുന്നു, പുലയരായിരുന്നു, പറയറായിരുന്നു, കുറവരായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ മണ്ണിൽ പണിയെടുത്തിട്ടുള്ളത്, ഈ വിഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങളെന്താ ആലോചിക്കും? സെക്രട്ടേറിയറ്റ് പോലും ആലോചിക്കൂ. ആ സെക്രട്ടേറിയറ്റിൻ്റെ ആ പണിയൊക്കെ ആരാ ചെയ്തിരിക്കുന്നത്? എവിടെ നിന്നാണ് ഈ ഇഷ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്? എല്ലാം സാധാരണ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ അത് ഞങ്ങളുടെ സമ്പത്ത് നിങ്ങളെ കൂടെ ഇങ്ങനെ നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. ഞങ്ങളുടെ സമ്പത്ത് നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, ആ ഐസ്ക്രീമിലെ ഒരു പോർഷൻ എൻ്റെ അധ്വാനത്തിൻ്റേത് കൂടിയാണ് എന്ന് പറയുന്നൊരു പുതിയ സമ്പദ്ശാസ്ത്രം. അങ്ങനെ ഒരു വായന, അതിനെ നമ്മളിപ്പോൾ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ഇക്കണോമിക്സ് എന്നാണ്. അങ്ങനെ ഒരു പുതിയ ബ്രാഞ്ച് വന്നിരിക്കുകയാണ്, ഡിസ്ക്രിമിനേഷൻ ഇക്കണോമിക്സ്. ഈ ഡിസ്ക്രിമിനേഷൻ, നിങ്ങളോട് വിവേചനം നടത്തുന്നുണ്ടെങ്കിൽ അത് സമ്പത്തുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിവേചനം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയും പോകരുത്, നിങ്ങൾ പണിയെടുക്കുന്നവരായിട്ട് മാറേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അങ്ങനെ ദളിതരുടെ ആവശ്യം അല്ലെങ്കിൽ അമേരിക്കൻ ബ്ലാക്സ് ഒക്കെ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഞങ്ങളെ തലമുറകളായിട്ട് ഞങ്ങളുടെ അടുക്കൽ നിന്ന് സ്വരൂപിക്കപ്പെട്ട ഈ പണം, ഈ വെൽത്ത്, ആ വെൽത്ത് നിങ്ങൾക്ക് നിങ്ങളൊരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കാൻ തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു സാമൂഹ്യ കടമാണത്. ഇറ്റ് ഈസ് എ സോഷ്യൽ ഡെപ്റ്റ്. ഇറ്റ് ഹാസ് ടു ബി തിരിച്ചു കൊടുക്കണം. ഇറ്റ് ഹാസ് ടു ബി പേ ബാക്ക്. അങ്ങനെ പേ ബാക്ക് ആവശ്യപ്പെടുന്ന ഒരു ദാർശനിക സമ്പദ്ശാസ്ത്രം ഈ കുഞ്ഞാമ സാറ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എ സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള ഒരു സബാൾട്ടേൺ, അതായത് ഇക്കണോമിക്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അത് കൊണ്ടുവരുന്ന ഒരു. പക്ഷേ കേരളത്തിലായതുകൊണ്ടാണ് അതിങ്ങനെ ഒരുപാട് ഡ്രാഗ് ചെയ്ത് മെല്ലെ വരേണ്ടി വരുന്നത്. കാരണം ഇതിനെല്ലാം നേരിടണമല്ലോ, മറ്റേതിനെല്ലാം നേരിട്ട് വേണം ഇതിനെ ഇങ്ങനെ കൊണ്ടുവരാൻ. അങ്ങനെ അടിത്തട്ട് നോട്ടം നോക്കുമ്പോഴേക്ക് തന്നെ അവർ ഈ നോട്ടക്കാരനെ നോട്ടപ്പുള്ളിയാക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് അത് താമസിച്ചു. ഈ സംഘർഷത്തിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം അവസാനം ഈ എതിര് എന്ന് പറയുന്നൊരു സംഗതി എഴുതുന്നത്. എതിരെഴുതാൻ അദ്ദേഹത്തിന് അപ്പോഴേക്കും മറ്റ് സാമൂഹ്യശാസ്ത്രം, സാംസ്കാരിക വിശകലനം, അല്ലെങ്കിൽ ഈ സബാൾട്ടേണ് കീഴാളന് പറയാൻ പറ്റുമോ എന്നൊക്കെ, കീഴാളന് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. കീഴാളനെ പറ്റി പറയുന്നതെല്ലാം മുഴുവൻ വേറെ ആൾക്കാരാണ്. ഇപ്പം നമുക്ക് കുറച്ച് പേരുണ്ട്, സണ്ണി കവിക്കാടിനെ പോലെയൊക്കെ കീഴാളനെ പറ്റി പറയാൻ കുറച്ച് പേരുണ്ട്. ഈ ഒരു വളരെ ഏറ്റവും അടുത്ത കാലത്തായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ റിസർവേഷൻ ഒരു പൊതു നയമാണ്. റിസർവേഷൻ ഈ സോഷ്യൽ ഡെപ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു മെക്കാനിസമാണ്. സോഷ്യൽ ഡെപ്റ്റ് തിരിച്ചു വാങ്ങുന്നതിൻ്റെ ഒരു മെക്കാനിസമാണ് റിസർവേഷൻ. പക്ഷേ ഈ റിസർവേഷനിൽ ഒരാൾ എവിടെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മുഴുവൻ സവർണരാ. ഇൻ്റർവ്യൂ ബോർഡ് മുഴുവൻ സവർണരാ. മനസ്സിലായില്ലേ? അപ്പോൾ റിസർവേഷൻ എന്നൊരു നയം ഉണ്ട്, പക്ഷെ അത് നടപ്പിലാക്കുന്ന ആരാ? ദ പോളിസി ഈസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് അത് നടപ്പിലാക്കുന്ന ആരാ? സവർണരാണ്. അപ്പോൾ ഞാൻ കുറച്ച് വോക്കലായ ഒരു മനുഷ്യനാണ് എങ്കിൽ ഈ സവർണരെല്ലാവരും കൂടി ഞാൻ റിസർവേഷൻ പോസ്റ്റിന് പോയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്നെ അങ്ങ് തട്ടും. എന്നിട്ടൊരു അത്ര വോക്കലല്ല അങ്ങനെ പിടികിട്ടാത്ത ഒന്നും സാധനം പിടികിട്ട് വരുന്നൊരു മനുഷ്യനുണ്ടാവും. അല്ലെങ്കിൽ ഈ ആന്തരിക യുക്തിക്ക് ഉള്ളിൽ പെട്ടുപോയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണെങ്കിൽ അവനെ പിടിച്ച് അതിൽ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കാരണം സിസ്റ്റം അങ്ങനെ നിൽക്കും. സവർണറെ ചോദ്യം ചെയ്യുന്ന ഒരു ശബ്ദവും അവിടുന്ന് പുറപ്പെടുവിക്കാൻ പറ്റാത്ത അവസ്ഥയും. ഇങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, ഇങ്ങനെയാണ് ഇതിനെ സപ്രസ് ചെയ്യുന്നത്, ഈ സിസ്റ്റത്തെ സപ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്
അപ്പോൾ ഈ ഒരു സപ്രഷൻ എങ്ങനെയാണ് ഈ സിസ്റ്റമിക്കായിട്ട് ഈ സപ്രഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പൊതുനയങ്ങളെയും കാര്യമായി വിമർശനത്തിന് വിധേയം. സ്റ്റേറ്റിൻ്റെതാണല്ലോ ഈ പൊതുനയം മുഴുവൻ. അപ്പോൾ പിന്നെ സ്റ്റേറ്റിൻ്റെ ഓണേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് കുഞ്ഞാമ സാറുമായിട്ട് ആ അർത്ഥത്തിൽ യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഇപ്പോൾ ജനകീയ ആസൂത്രണം വന്നപ്പോൾ തന്നെ വലിയ പങ്കാണ്. ഒരുപാട് അദ്ദേഹത്തെ പൊക്കി കൊണ്ട് നടന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എന്നോട് വ്യക്തിപരമായി അത് ചെയ്യേണ്ടതായിരുന്നു. കാരണം അതെന്തായാലും കുറേ പേർക്ക് ആടിനെയും കോഴീനെയും മറ്റൊക്കെ കൊടുക്കുന്നൊരു പരിപാടിയാണ് ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഏറ്റവും കൂടുതൽ ജനകീയ ആസൂത്രണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം നേടിയിട്ടുള്ളത് ഇവിടെയുള്ള സവർണ്ണ സമൂഹങ്ങൾ തന്നെയാണ്. അങ്ങനെ ഭൂമിയൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെ കാര്യമായി വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ, വീട്ടിലിരുന്നാലും ജോലിക്കൊന്നും പോകാതെ കൂലിപ്പണിക്കൊന്നും പോകാതെ തന്നെ സാമ്പത്തികമായി നിലനിന്ന് പോകാൻ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 10 ആട്, ഒരു 20 അല്ലെങ്കിൽ ഇതൊക്കെ അവർക്ക് അല്ല അവരുടെ ഒഴിഞ്ഞു കിടന്ന പാടം അവിടെ നെൽകൃഷി ഇറക്കാൻ ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ചില വിഭവ വിതരണം നടത്തിക്കൊണ്ടിരുന്ന അങ്ങനെ ഒരു സവർണ്ണ സുഖിപ്പിക്കൽ പരിപാടിയായിരുന്നു ജനകീയ ആസൂത്രണം എന്നുള്ളത്. ജനകീയ ആസൂത്രണം കുറേ കഴിഞ്ഞപ്പോൾ ഈ മറ്റ് ജനകീയ ആസൂത്രണത്തിലുള്ള ഒരു വിമർശനം വന്നപ്പോഴാണ് നമുക്കതിനോട് മനസ്സിലായത്. പിന്നെ അതെല്ലാം ഒരുതരം പാർട്ടി ഡ്രിവൻ സംഗതികളായിട്ട് ജനകീയ ആസൂത്രണം ഒരു പൊതുനയം ഒരു പാർട്ടി പൊതുനയമാക്കി മാറ്റുക. അതാണ് കേരളത്തിൻ്റെ മറ്റൊരു പ്രശ്നം. പൊതുനയം പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ പൗരന്മാർക്കും പൗരികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഈ നയങ്ങളൊക്കെ നടപ്പിലാക്കുന്ന സ്റ്റേറ്റ് മെക്കാനിസം പലപ്പോഴും ഈ പറഞ്ഞ വർഗ യുക്തിക്കുള്ളിൽ നിന്നാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ വർഗം വരുമ്പോൾ പിന്നെ പുലേനെ മനസ്സിലാവില്ല, പക്ഷെ അവൻ പണിയെടുക്കുന്നത് മനസ്സിലാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ പാണൻ്റെ പാട്ട് ഈ വർഗ്ഗക്കാരന് കേൾക്കാനേ പറ്റില്ല. അതുകൊണ്ട് സബാൾട്ടൺ ആൾക്കാർക്ക്, കീഴാളർക്ക് പാട്ട് പാടാൻ പറ്റും, പക്ഷേ പറയാനോ തീരുമാനിക്കാനോ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയെ സമ്പദ്ശാസ്ത്ര ചിന്തയുടെ ലോകത്തു നിന്ന് സസൂക്ഷ്മം വായിക്കാൻ വേണ്ടി കാര്യമായി ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കുഞ്ഞാമ സാറ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിത പരിസരം, അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്ര സാമൂഹ്യ മുഹൂർത്തത്തിനുള്ളിൽ നിന്ന് ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പാണ്ഡിത്യം, ഒരു പണ്ഡിതൻ, അതോടൊപ്പം തന്നെ ഒരു വലിയ ദാർശനികനായി വളരാനും അങ്ങനെ ഒരു ദാർശനിക ബോധം നമുക്കൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സമ്പദ്ശാസ്ത്ര ചിന്തകളെ വളരെ സസൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള ആലോചനകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇത് പൂർണ്ണമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് യോഗ്യനാണെന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ആ പഠനം മുന്നോട്ട് പോകാൻ എന്തായാലും സന്തോഷം. സണ്ണി സാറൊക്കെ നമ്മളുടെ ഒരു പരിസരം ഉണ്ടാക്കുന്നതിൽ, രാഷ്ട്രീയ പരിസരം നമുക്കൊക്കെ നിലനിൽക്കാൻ ഒരു രാഷ്ട്രീയ പരിസരം ആവശ്യമായതുകൊണ്ട് വളരെ അനിവാര്യമായിട്ട് നിൽക്കേണ്ടുന്ന ഒന്നാണ്. അതായത് അംബേദ്കറെ പറ്റിയിട്ടുള്ള ഒരു സവർക്കർ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ളൊരു മുള്ളാണെന്ന് അംബേദ്കർ. അതിന് താഴോട്ട് പോകുന്നുമില്ല, എടുത്ത് കളയാനും പറ്റുന്നില്ല. ആ മുള്ളിൻ്റെ പേര് ഇന്ത്യൻ ഭരണഘടന എന്നാണ്. ആ മുള്ളാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ അതൊക്കെ നിലനിർത്തുന്നത് ഈ അടിത്തട്ട് സമൂഹങ്ങളുടെ ആലോചനകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഭരണഘടന. അങ്ങനെ ഭരണഘടനയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള സ്വതന്ത്ര ചിന്ത നമുക്ക് അഭിപ്രായപ്പെടാൻ പറ്റൂ. അതിനോട് സത്യസന്ധമായി ജനങ്ങളെ അഭിസംബോധിച്ച് സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ട് അതൊക്കെ നിലനിർത്താൻ കുഞ്ഞാമനെ പോലുള്ള കീഴാള പണ്ഡിതരും ചിന്തകരും ഒക്കെ നിരന്തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിൽ അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.